ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഈ ട്രാൻസ്ഫർ ജാലകത്തിൽ വളരെ സജീവമായിക്കൊണ്ടാണ് FC ബാഴ്സലോണ ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ആന്റണി ഗോർഡനെ ഞൊടിയിടയിൽ അവർ സ്വന്തമാക്കി കഴിഞ്ഞു. ഇനിയിപ്പോൾ ബാഴ്സയുടെ ലക്ഷ്യം അത് ഹൂലിയൻ ആൽവരസ് ആണ്. ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് അപ്ഡേറ്റുകൾ സ്പാനിഷ് മാധ്യമമായ RAC1 ഇപ്പോൾ നൽകിയിട്ടുണ്ട്. അതായത് ഹൂലിയൻ ആൽവരസിനെ സ്വന്തമാക്കാൻ കഴിയും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഇപ്പോൾ FC ബാഴ്സലോണയുള്ളത്. താരവുമായി പേഴ്സണൽ ടേംസിലൊക്കെ എത്തിയിട്ടുണ്ട്. അഥവാ ഹൂലിയൻ ആൽവരസ് ബാഴ്സയിലേക്ക് വരാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത്ലറ്റിക്കോ മാഡ്രിഡും ബാഴ്സയും തമ്മിലാണ് അഗ്രിമെന്റിൽ എത്തേണ്ടത്. ആദ്യം ഒരു പ്രപ്പോസൽ അത്ലറ്റിക്കോക്ക് ബാഴ്സ നൽകിയിരുന്നു. 70 മില്യൺ യൂറോയും ഫെറാൻ ടോറസിനെയുമായിരുന്നു ഓഫർ ചെയ്തിരുന്നത്. എന്നാൽ അത്ലറ്റിക്കോ മാഡ്രിഡ് അത് ഉടനടി നിരസിച്ചു. ഇനിയിപ്പോൾ രണ്ടാമത്തെ ഓഫർ നൽകാനുള്ള ഒരുക്കത്തിലാണ് എന്നാണ് RAC1 പറഞ്ഞിട്ടുള്ളത്. 100 മില്യൺ യൂറോയുടെ ഒരു ഓഫർ ആയിരിക്കും ഹൂലിയൻ ആൽവരസിന് വേണ്ടി FC ബാഴ്സലോണ നൽകുക. പക്ഷേ അത്ലറ്റിക്കോ അത് സ്വീകരിക്കുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. അതിനേക്കാൾ വലിയ ഒരു തുക ഒരുപക്ഷെ അവർ ആവശ്യപ്പെട്ടേക്കും. നിലവിൽ FC ബാഴ്സലോണ വിശ്വസിക്കുന്നത് 120 മില്യൺ യൂറോ വരെ ഈ താരത്തിന് വേണ്ടി മുടക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ബാഴ്സയുടെ പക്കലിൽ ഇപ്പോൾ ആവശ്യമായ ബജറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഹൂലിയൻ ആൽവരസിന് വേണ്ടി പരമാവധി 120 മില്യൺ യൂറോ വരെ FC ബാഴ്സലോണ മുടക്കിയേക്കും. ഇനിയിപ്പോൾ മറ്റേതെങ്കിലും താരത്തെ ഈ ഡീലിൽ ഉൾപ്പെടുത്തുമോ എന്നുള്ളത് വ്യക്തമല്ല. ഏതായാലും 100 മില്യൺ യൂറോയുടെ ഒരു ഓഫറാണ് ഇനി നൽകുക. അത് അത്ലറ്റിക്കോ മാഡ്രിഡ് സ്വീകരിക്കുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. ഉടൻ തന്നെ അത് നൽകും എന്നാണ് RAC1 റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഹൂലിയൻ ആൽവരസിനെ എത്തിക്കാൻ തന്നെയാണ് FC ബാഴ്സലോണയുടെ തീരുമാനം. കൂടാതെ പ്രതിരോധ നിരയിലേക്ക് ഒരു മികച്ച സെന്റർ ബാക്കിനെ അവർക്ക് ആവശ്യമുണ്ട്. നിലവിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്ന പേര് അത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ താരമായ ജോസ്കോ ഗോർഡിയോളിന്റെ പേരാണ്. ബാസ്റ്റോണിക്ക് വേണ്ടി അവർ ശ്രമിച്ചിരുന്നു, അത് ഫലം കണ്ടിട്ടില്ല. ഇതോടുകൂടിയാണ് ഗോർഡിയോളിലേക്ക് ഇപ്പോൾ ബാഴ്സലോണയുടെ ശ്രദ്ധ തിരിഞ്ഞത് എന്നാണ് ചില മാധ്യമങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.